മലയാള സാഹിത്യത്തിലെ ഏറ്റവും വലിയ അവാർഡ് എത്രയാണെന്ന് അറിയാം. എഴുത്തച്ഛൻ പുരസ്കാരമാണ് 5 ലക്ഷം. ഞങ്ങൾ തീരുമാനിക്കുകയാണ് 5 ലക്ഷം രൂപ പ്രഖ്യാപിക്കുകയാണ്. മലയാളത്തിലെ ഏറ്റവും വില കൂടിയ ക്യാഷ് അവാർഡ് പ്രഖ്യാപിക്കുകയാണ്. മലയാളത്തിൽ ഉള്ളതിൽ വെച്ച് ഏറ്റവും വലിയ സാഹിത്യ സമ്മാനം, പ്രത്യേകിച്ചും ഒരു പ്രൈസ് മണി, അത് പ്രവാസ ലോകത്തു നിന്നായാലോ ഒരുപക്ഷെ കേരള ചരിത്രത്തിൽ തന്നെ ഇത്രയും വലിയ തുക ഒരു സാഹിത്യ മത്സരത്തിന് ഏറ്റവും നല്ല എഴുത്തുകാരന് ലഭിക്കുന്നത് പ്രവാസികൾക്കിടയിൽ നിന്നാണ് എന്നുള്ള ഏറ്റവും വലിയ സന്തോഷകരമായ ഒരു വിവരമാണ് ഈ സമയം UAE വാർത്ത പങ്കുവയ്ക്കുന്നത്. 5 ലക്ഷം ഇന്ത്യൻ രൂപ സമ്മാനമായി ലഭിക്കുന്ന ഒരു സമഗ്ര സംഭാവനയ്ക്കുള്ള സമ്മാനമാണ് ഇത് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അക്കാഫ് എന്ന് പറയുന്ന ജീവകാരുണ്യ മേഖലയിൽ മാത്രമല്ല, സാഹിത്യ മേഖലയിലും അതുപോലെ കലാമേഖലയിലും ഒക്കെ ഞങ്ങളുടെ സാന്നിധ്യമുണ്ട് എന്ന് ഉറപ്പുവരുത്തുകയും അതോടൊപ്പം തന്നെ പുതിയ എഴുത്തുകാരെ പ്രോത്സാഹിപ്പിക്കുക എന്ന വലിയ ലക്ഷ്യത്തോടെയാണ് ഇത്തരം പ്രഖ്യാപനങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നു. അക്കാഫിൻ്റെ ചീഫ് പാട്രണായിട്ടിരിക്കുന്ന മാധ്യമപ്രവർത്തകൻ കൂടിയായ ഐസക് ജോൺ പട്ടാണിപ്പറമ്പിൽ നമ്മോടൊപ്പമുണ്ട്. അതുപോലെ തന്നെ അക്കാഫിൻ്റെ പ്രതികളെല്ലാം ഉണ്ട്, പ്രസിഡന്റ്, മറ്റ് ഭാരവാഹികളെല്ലാം നമ്മോടൊപ്പമുണ്ട്. അക്കാഫ് 2001 അക്കാഫ് ഒരു വളരെ പ്രാധാന്യം അർഹിക്കുന്ന 2 സംഭവങ്ങളുണ്ടായിരുന്നു. ഒന്ന്, സാംസ്കാരിക രംഗത്തും സാഹിത്യ രംഗത്തും അതിൻ്റെതായ ഒരു മുദ്ര പതിപ്പിച്ചത് ആ ഒരു വർഷമായിരുന്നു. അന്ന് മലയാളത്തിലെ ഏറ്റവും വലിയ സാഹിത്യകാരനെ കണ്ടെത്തുക, സമഗ്ര സംഭാവനയ്ക്ക് വേണ്ടി ഉള്ള ഒരു അവാർഡ് പ്രഖ്യാപിച്ചു. അത് കണ്ടെത്താനായിട്ടുള്ള ഒരു ഉദ്യമം തന്നെ, അതിന് നൂതനമായിട്ടുള്ള ഒരു ഉദ്യമമായിരുന്നു. ആദ്യമായിട്ടാണ് മലയാളത്തിൽ ഒപ്പീനിയൻ പോളിൽ കൂടി, അതായത് പൊതുജനങ്ങളെ അല്ലെങ്കിൽ അനുവാചകരുടെ അഭിപ്രായം ആരാഞ്ഞുകൊണ്ട് ഒരു ഒപ്പീനിയൻ 4 പത്രങ്ങളിൽ നമ്മൾ അതിനുവേണ്ടിയുള്ള ഇൻവിറ്റേഷൻ കൊടുത്തു. ഇതിനുവേണ്ടി നിങ്ങളുടെ പേരുകൾ സജസ്റ്റ് ചെയ്യാനായിട്ട്. അന്ന് MD വാസുദേവനാർക്കാണ് അന്ന് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത്. 21,000 പോസ്റ്റൽ വോട്ടുകൾ നമുക്ക് കിട്ടി. OV വിജയനായിരുന്നു സെക്കൻഡ് കിട്ടിയത്. അപ്പോൾ അന്നത്തെ ഏറ്റവും വലിയ അവാർഡ്, 2001 ഏറ്റവും വലിയ അവാർഡ് മലയാള സാഹിത്യത്തിൽ കൊടുത്തത് 1,11,000. അപ്പോൾ അതിനേക്കാളും കൂടിയൊരു തുക ഞങ്ങളന്ന് കൊടുത്തു. 1,12,000 രൂപയുള്ള ഒരു അവാർഡ് കൊടുത്ത് അക്കാഫ് പ്രഖ്യാപിച്ചു. അത് MD വാസുദേവനാർക്ക് അവാർഡ് കൊടുത്തു. ഇപ്പം നമ്മൾ തീരുമാനിച്ചു 25 വർഷത്തിന് ശേഷം അതിനെ പുനർജീവിപ്പിച്ചുകൊണ്ട് അക്കാഫിൻ്റെ ആ സാഹിത്യത്തോടുള്ള നമ്മുടെ ഒരു പ്രതിബദ്ധത, സാഹിത്യകാരന്മാരോടുള്ള പ്രതിബദ്ധത, അത് പ്രഖ്യാപിക്കുവാനും പ്രകടിപ്പിക്കുവാനുള്ള ഒരു അവസരം ഉണ്ടായി. ഇന്ന് നമ്മുടെ ചെറുകഥാ മത്സരം അനൗൺസ് ചെയ്തപ്പോൾ ഇതിനുള്ള ആശയം രൂപം കൊണ്ടു. അങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ഉദ്യമം, മഹത്തായ ഒരു ഉദ്യമം, നമ്മൾ ഒരു മലയാള സാഹിത്യ പുരസ്കാരങ്ങളുടെ ചരിത്രത്തിലെ ഒരു മകുടമായ ഒരു നിമിഷമായിട്ട് ഇതിനെ മാറ്റുകയാണ്. നമ്മൾ ഈ ഒരു അക്കാർഡിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഒരു ക്യാഷ് അവാർഡ് നമ്മൾ പ്രഖ്യാപിക്കുകയാണ്. 5,09,000 രൂപ. 2001 നമ്മുടെ ജൂറി ചെയർമാൻ ജോസ് പനച്ചിപ്പുറമായിരുന്നു. അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അദ്ദേഹമായിരിക്കും വീണ്ടും ജൂറിയുടെ ചെയർമാൻ. ബാക്കിയുള്ള ജൂറി പാനലിസ്റ്റുകളെ നമ്മൾ തിരഞ്ഞെടുക്കും. അത് നമ്മുടെ അതിനെല്ലാവരുമായിട്ട് ആലോചിക്കണം. ഇത് ഞങ്ങൾ പെട്ടെന്ന് വൈകാരികമായ ഒരു നിമിഷത്തിൽ ഇതിൻ്റെ ഒരു വിജയം കണ്ടുകൊണ്ട് അതിൻ്റെ ആ പ്രചോദനത്തിൽ ഞങ്ങൾ എടുത്ത ഒരു തീരുമാനമാണ്. ഇനി ആ ജൂറി ഇതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണ്, ഇതിൻ്റെ ക്രൈറ്റീരിയൻ എന്താണ്, ജൂറി പാക്കേജ് എല്ലാം പിൽക്കാലം ഉടനെ തന്നെ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. എന്തായാലും വഴിയെ അറിയാം നമുക്ക് ഈ 5 ലക്ഷം രൂപ സമഗ്ര സംഭാവനയ്ക്ക് ആർക്ക് ലഭിക്കുമെന്ന്. അക്കാഫ് ഒരു വലിയ ചരിത്രപരമായ ഒരു ദൗത്യമാണ് ഏറ്റെടുത്തിരിക്കുന്നത്. ഈ ഒരു ദൗത്യത്തിന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. താങ്ക് യു.